ഒരു 4 വർഷത്തിന് മുമ്പ് തന്നെ അതിൻ്റെ സംവിധായകൻ ടോമി മിട്ടി ഇതിൻ്റെ സ്ക്രിപ്റ്റിങ് ഒക്കെ ആരംഭിച്ചത്. ഞാനും എൻ്റെ സുഹൃത്ത് അഭിനേഷ് അപ്പുക്കുട്ടൻ ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ആദ്യ നാൾ തൊട്ട് ഇതിൻ്റെ കൂടെയുള്ളതാണ്. അപ്പോൾ എനിക്ക് തന്നെ ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്ര വർഷത്തെ ഒരു കഷ്ടപ്പാടും അതേപോലെ വേദനയും ഒക്കെ ഉണ്ട് ആ സിനിമയുടെ പിന്നിൽ. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ എനിക്ക് തന്നെ ആ സിനിമ ഞങ്ങളൊക്കെ അന്ന് ഞാനൊരു സിനിമ യാത്ര നടത്തുന്ന സിനിമയിൽ ഓഡീഷന് പോകും. പിന്നെ എനിക്ക് യാത്ര നടത്താനുള്ള ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോമിൻ്റെ വീട്ടിലേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ സിനിമയിൽ ചാൻസ് വെച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ടോമിൻ്റെ വീട്ടിൽ പോകും. തൃശ്ശൂർ പോയി അവിടെ ഇരിക്കുക. എന്നിട്ട് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യും സിനിമയെ കുറിച്ച്. പുതിയ സിനിമ സ്ക്രിപ്റ്റ്, ഈ സ്ക്രിപ്റ്റിൽ മാറ്റി എഴുതി അവസാനം ഒരു മഹാരാജാസ് കോളേജിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ കഥയായിട്ട് മാറി. ഇതിന് കുറേ ആദ്യം രൂപപ്പെട്ട കഥയിൽ നിന്ന് കുറേ വ്യത്യാസം പിന്നീട് സംഭവിച്ചു. ഇപ്പോൾ ടോമിൻ്റെ ലൈഫിലുള്ള കുറച്ച് സംഭവങ്ങൾ ആ സിനിമയിലുണ്ട്. അതേപോലെ എൻ്റെ ലൈഫിലെ കുറച്ച് സംഭവങ്ങൾ ആ സിനിമയിൽ വരുന്നത്. അതേപോലെ അഭിനേഷ്, എൻ്റെ സ്ക്രിപ്റ്റ് അസിസ്റ്റ് ചെയ്ത അഭിനേഷിൻ്റെ ജീവിതത്തിലെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ രൂപപ്പെട്ട ഒരു കഥ. എനിക്ക് തന്നെ ഒരു മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ സിനിമ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു സിനിമയാണ്. എനിക്ക് തന്നെ ആ സിനിമ ജീവിതത്തിൽ തന്നെ എനിക്ക് തന്നെ ഞാൻ അഭിനയിച്ചതിലെ ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ട സിനിമയാണ് ഒരു മെക്സിക്കൻ അപാരത. കാരണം കളിയാക്കപ്പെട്ട എനിക്ക് തന്നെ എറണാകുളം മഹാരാജാസ് കോളേജിലും ആയാലും പല രീതിയിൽ കളിയാക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അന്ന് കളിയാക്കപ്പെട്ട പലരും ആ സിനിമ കാണുമ്പോൾ പലതും അവർക്ക് ഓർമ്മ വരും എന്ന് ഞാൻ മനസ്സിലാക്കും. പിന്നെ അധികം കാര്യങ്ങൾ ആ സിനിമയെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങൾ അതിനെക്കുറിച്ച് നടക്കുകയാണ് SFI KSU ആയിട്ട്. അപ്പോൾ അതിനൊരു കാരണമാകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എപ്പോഴും ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ അത് ചേർത്തലിൽ ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു ട്രൂ ഇവൻറ്റിൽ നിന്നാണ് ആ സിനിമ ഡെവലപ്പ് ചെയ്തത്. പിന്നെ അത് ഇടുക്കിയുടെ പശ്ചാത്തലത്തിലേക്ക് മാറ്റിയിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയിൽ ട്രൂ ഇവൻറ്റ്സാണ് മൊത്തം. അതായത് ഇതിൻ്റെ സംവിധായകൻ ടോമി മിട്ടിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ എൻ്റെ സുഹൃത്ത് അഭിനേഷ് അപ്പുക്കുട്ടൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. ട്രൂ ഇവൻറ്റ്സ് അത് പലതും പല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് ആദ്യം മുതൽ തന്നെ ഞങ്ങളുടെ വലിയ പ്രാർത്ഥന ഈ സിനിമ യാഥാർത്ഥ്യമാണ്. കാരണം ടോമും ഞാനും ഇതിൻ്റെ ഡയറക്ടർ എന്ന് വെച്ചിട്ട് പണ്ട് ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കാൻ വേണ്ടി പോയ ഒരു സൗഹൃദമാണ്. 2010 തുടക്കം ഞങ്ങളൊരു സിനിമയിൽ കോഴിക്കോട് പോയി താമസിക്കുകയും അഭിനയിക്കുകയും 18 സീനിൽ ആ സിനിമ നിന്ന് പോവുകയും ചെയ്തു. അന്ന് മുതൽ അദ്ദേഹം പറഞ്ഞ പല സബ്ജക്റ്റുകളും പിന്നീട് പല സംവിധായകർ ചെയ്ത് വലിയ രീതിയിൽ വിജയങ്ങളായി. അപ്പോൾ എനിക്ക് തോന്നുന്ന കാലത്തിന് മുമ്പ് പല കാര്യങ്ങളും സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് കേട്ടോ. അതുപോലെ ഈ സിനിമ ഞങ്ങൾ 4 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പ്ലാനിങ്, എഴുത്ത് പരിപാടികൾ, അങ്ങനെയുള്ള പരിപാടികൾ തുടങ്ങിയത്. ഇപ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുന്നത്. ഓരോ സിനിമയ്ക്കും അങ്ങനെ ഒരുപാട് വർഷത്തിൻ്റെ കഷ്ടപ്പാടുണ്ടാവും. പക്ഷേ എല്ലാവരും ആ ന്യൂസ് വരുമ്പോഴാണ് അതറിയാം. ഒരു മെക്സിക്കൻ അപാരത എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയും ഇതൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഒരു ഇതായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ എഴുത്ത് പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നിരുന്നത് ടോമാണ്. ടോമിൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് ഭക്ഷണം വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയും കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ആ സിനിമയുടെ പിന്നിലുണ്ട്. ഇപ്പോൾ ഒരു മെക്സിക്കൻ അപാരത ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 24 മണിക്കൂറിൽ കേരളത്തിൽ മലയാള സിനിമയുടെ ട്രെയിലർ ഏറ്റവും കൂടുതൽ പേര് കണ്ട ഒരു ട്രെയിലർ ഒരു മെക്സിക്കൻ അപാരതയാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയിലൊന്നാണ് ഒരു മെക്സിക്കൻ അപാരത. അത് ഒന്ന് മഹാരാജാസ് കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം പ്രമേയമാക്കുന്ന സിനിമയാണ്. കാരണം ക്യാമ്പസ് രാഷ്ട്രീയം പ്രമേയമാക്കാറുണ്ട്. പിന്നെ നമ്മൾ റിയൽ ലൈഫിൽ നടന്ന പല ക്യാരക്ടറുകളും അതിൽ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സിനിമയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ SFI KSU എന്ന് പറഞ്ഞ 2 വിദ്യാർത്ഥി സംഘടനകളാണ് കേരളത്തിലെ ക്യാമ്പസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ ക്യാമ്പസുകളുടെ അതേ ഫീല് കൊണ്ടുവരാനായിട്ട് ഉള്ള ശ്രമം. അതേപോലെ തന്നെ കോളേജ് ഇലക്ഷനൊക്കെ യഥാർത്ഥ രൂപത്തിൽ കോളേജിൽ നടക്കുന്ന രീതിയിലേക്ക് ആക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്.